ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് വാഗമൺ ചില്ല് ചെയ്യാൻ വരുമ്പം സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് ദ ഫെൽമെൽ റിസോർട്ട്. ആൻഡ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ ഇത്ര നല്ല വ്യൂ ആൻഡ് ആംബിയൻസ് ആയിരിക്കും എന്ന്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. എസ്പെഷ്യലി നിങ്ങൾ കപ്പിൾസാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ നല്ല ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ 2 ഡേയ്സ് 2 റൂംസിലായിട്ടാണ് സ്റ്റേ ചെയ്തത്. ആൻഡ് ഇതാണ് ഫസ്റ്റ് റൂമിൻ്റെ ബാൽക്കണി വ്യൂ. നല്ല ചിൽ ക്ലൈമറ്റാണ്. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ് അവരിവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ആസ് യൂഷ്വൽ നല്ല മഴയായിരുന്നു. പിന്നെ മഴയൊന്നും നമുക്ക് മാറ്ററേ അല്ല. അങ്ങനെ ഫുഡ് എടുത്ത് വന്നിരുന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. പിന്നെ ഈ റിസോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട്. എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. നമുക്ക് ഊഞ്ഞാലിരുന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങ് ബാലി വരെ ഒന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ അതും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ലോ ബഡ്ജറ്റ്. പിന്നെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. പിന്നെ എന്നെപ്പോലെ മഴയൊന്നൊരു വിഷയമില്ലാത്തവർക്ക് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്, നല്ല അടിപൊളി. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവരിവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ റിസോർട്ട് എത്തുമ്പോഴത്തേക്കും അവരവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മഴയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. കുറച്ച് ടൈം അവിടെ വൈബൊക്കെ ചെയ്ത് നിന്നിട്ട് നമ്മൾ അടുത്തുള്ള ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന്. നിങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻഡോർ ഗെയിം ഏരിയ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ട് വിത്ത് കുറേ ഊഞ്ഞാൽ ആൻഡ് സ്ലൈഡ്സ്. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ക്യാരംസും ടേബിൾ ടെന്നീസും ഒക്കെ കളിച്ചു. സത്യം പറയാമല്ലോ, കളിക്കാൻ അറിയത്തില്ല. പിന്നെ ഒരു പ്രഹസനം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂമിൻ്റെ ഒരു ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്പേഷ്യസ് റൂമാണ്. റൂമിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ TV, ഫ്രിഡ്ജ്, വൈഫൈ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി റൂമുമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പൂൾ ഏരിയയിലോട്ട് വന്ന്. എനിക്ക് എന്നെ നീന്താൻ അറിയാത്തതുകൊണ്ട് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് പോയില്ല. നല്ല വ്യൂ ഒക്കെ കണ്ട് കോടയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് റിസോർട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.